ആദ്യം ഫാദർ അഡ്വക്കേറ്റ് റോബിൻ പടിഞ്ഞാറേക്കുട്ടി, നമുക്കറിയാം നമ്മൾ പലതവണ എനിക്ക് തോന്നുന്നു ഷെക്കീന ബിഗ് ഡിബേറ്റ് പ്ലാറ്റ്ഫോമിൽ തന്നെ പല എപ്പിസോഡുകളിൽ ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇങ്ങനെ ചർച്ച ചെയ്തതാണ്. അത് എത്രയും വേഗം നടപ്പിലാക്കണമെന്ന ആവശ്യം പല രീതിയിൽ ഒക്കെ ഉന്നയിക്കപ്പെട്ടതാണ്. പൊടുന്നനെ ശരിക്കും പറഞ്ഞാൽ ഈ മുഖത്ത് ചെളി വാരി എറിയുന്ന രീതിയിലുള്ള ഒരു സർക്കാരിന്റെ ഒരു നീക്കം, 220 ശുപാർശകൾ, അത് എന്താണെന്നോ എവിടെയാണെന്നോ എങ്ങനെയാണോ എന്നോ ഒന്നോ അറിയിക്കാതെയാണ് സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ഈ ഒരു അറിയിപ്പ്. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു പ്രഹസനം തന്നെയല്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ദീപിക ദിനപത്രത്തിൽ ഒരു ലേഖനമുണ്ടായിരുന്നു, ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഒരു ബ്ലാക്ക് ബോക്സ് ആയി മാറുമോ എന്നൊക്കെ. എന്തുകൊണ്ടാണ് ക്രൈസ്തവരോട് ഇങ്ങനെ ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന്? ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുട്ടി. ആദ്യമായിട്ട് തന്നെ ജെ ബി കോശി കമ്മീഷന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നാല് ക്രൈസ്തവ സമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു യാതന എന്താണ് എന്നുള്ളത് പുറത്ത് വരുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. അതായത് ക്രിസ്ത്യാനികളെ എപ്പോഴും അച്ചായന്മാരെന്ന് പേര് വിളിച്ച് വലിയ സമ്പന്ന വർഗത്തിന്റെ പ്രതീകമാക്കി ചിത്രീകരിക്കാനാണ് എല്ലാ കാലത്തും നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക ലോകവും രാഷ്ട്രീയ ലോകവും ഒക്കെ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്നത്. അപ്പോ ഒരു പരിധി വരെയൊക്കെ നമ്മളത് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്ന് വെച്ചാൽ അതൊരു അതിന്റെ പോസിറ്റീവ് അർത്ഥത്തിലുണ്ട്. പക്ഷെ ഇന്ന് ആ ഒരു അവസ്ഥ മാറി. അതായത് പണ്ട് എന്റെ ഉപ്പാപ്പാക്ക് ആന ഉണ്ടായിരുന്നു പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. അതായത് ഒരു കാലത്ത് നമ്മുടെ പൈസ ഉണ്ടായിരുന്നു, സ്ഥലം ഉണ്ടായിരുന്നു, ആൾബലം ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ കാലം മുമ്പോട്ട് പോകും തോറും ക്രൈസ്തവരുടെ ഇടയിൽ നിന്ന് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി നമ്മൾ പലയിടത്തും ബലിയാടുകളായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. ഇന്ന് സാമൂഹികമായും സാമ്പത്തികമായും മറ്റ് സംവരണ തലങ്ങളിലും ഒക്കെ ആയിട്ട് ഒരുപാട് പുറകോട്ട് മാറി നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നു. പേര് പറയുമ്പോൾ ക്രൈസ്തവർ വലിയ സംഭവങ്ങളാണെന്ന് പേര് പറയുകയും എന്നാൽ യാഥാർത്ഥ്യത്തിൽ അതൊന്നും അല്ലാതായിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ മുമ്പിലുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ക്രൈസ്തവ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന അപകടം എന്താണ് എന്ന് പുറം ലോകം അറിയുമെന്ന് തന്നെയാണ്. തന്നെയല്ല, റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ പുറത്തു വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പേരിന് വേണ്ടിയെങ്കിലും ചെയ്യാൻ സർക്കാർ നിർബന്ധിതരാകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ചില പ്രത്യേക മേഖലകൾക്ക് ഇത് പൊള്ളും, അത് പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരെയും പിണക്കാതിരിക്കുക, എന്നാൽ നമുക്ക് എല്ലാം ശരിയാക്കി തരാമെന്ന് പറയുന്നത് പോലെ ക്രൈസ്തവർക്ക് എല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ ഇതേ പരിഹരിക്കാനായിട്ട് പോകുന്നു, അടുത്ത ദിവസം തന്നെ എല്ലാ വിഷയങ്ങളും പരിഹരിക്കുമെന്ന് പറഞ്ഞ് വലിയൊരു വാഗ്ദാനം കൊടുത്തുകൊണ്ട് ക്രൈസ്തവരെ ഇങ്ങനെ മുൻപോട്ട് നയിക്കുകയാണ്. അതുപോലെ തന്നെ ക്രൈസ്തവരുടെ സംഘബലവും ശക്തിയും ഒക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഇവർക്ക് നല്ല ബോധ്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു പരിധി കഴിഞ്ഞ് ഒന്നും ചെയ്യാനാവില്ല എന്നൊരു ചിന്ത കൂടി ഇവർക്കുള്ളത് കൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വിടാതിരിക്കാനുള്ള വലിയ തന്ത്രങ്ങൾ ഇവര് ഒരുക്കും. എങ്ങനെയെങ്കിലും 3-4 മാസം കൂടി ഇത് വലിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ശ്രമമായിരിക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഹൈക്കോടതിയില് AKCC ഈ വിഷയത്തില് കേസ് കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ ജോസൂട്ടി ഒഴികയിലാണ് അതിന്റെ കംപ്ലൈന്റ് ആയിട്ടുള്ളത്. കൂടാതെ കോതമംഗലത്തുള്ള 2 NGOs ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ലൈഫ് റൈറ്റ് എംപവർമെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന NGOയും MSc എക്സലൻസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന NGOയും ഇതേ വിഷയത്തിൽ തന്നെ അവരുടേതായ വാദങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരും കക്ഷി ചേർന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞാനാണ് ഹാജരാവുക. അങ്ങനെ ഈ പലതരത്തിലുള്ള ക്രൈസ്തവരുടെ നിർബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതിന് കാര്യമായ രീതിയിൽ പരിഹാരം കണ്ടെത്താതെ കോടതിയെയും തെറ്റിദ്ധരിപ്പിക്കുക, സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുക, ക്രൈസ്തവരെ കൈയൊഴിഞ്ഞ് കളയുന്ന ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് നമ്മുടെ സാമൂഹിക ലോകം പോകുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ ലോകം അത്തരത്തിലുള്ള ഒരു കളികൾ കളിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുക. ആ തിരിച്ചറിവിലേക്കാണ് തീർച്ചയായിട്ടും ഈ ജെ ബി കോശി കമ്മീഷനെ സംബന്ധിച്ചുള്ള മുറവിളികൾ നമ്മളെ എത്തിക്കുക. ഷെക്കീന ന്യൂസ് ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തത് തന്നെ വലിയ ഒരു പ്രചോദനമാണ്. പ്രത്യേകിച്ച് സഭാ ശാക്തീകരണ വർഷമൊക്കെ നമ്മൾ ആചരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാവുക. ഈ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരുമാതിരി സത്യസന്ധമായ റിപ്പോർട്ടാണ് ഇത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പുറത്തു വിടാൻ വേണ്ടിയിട്ട് ഇത്രയേറെ ബുദ്ധിമുട്ടുന്നത്. എന്നാൽ റിപ്പോർട്ട് കാര്യമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ ഒരു ക്രൈസ്തവർ സേഫ് സോണിലാണെന്ന് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്താനെ, കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ പോലും ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോവുകയും ചെയ്താനെ. ഇതാണ് ഈ വിഷയത്തെ കുറിച്ച് ഇപ്പൊ പ്രാരംഭമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. വ്യക്തമാണ്.